മണിക്കൂറിൽ അലക്സി നവൽനിയുടെ മൃതദേഹം കാണാൻ മാതാവ് ല്യൂഡ്മില നവൽനയ്ക്ക് കഴിഞ്ഞു എന്ന വെളിപ്പെടുത്തൽ വരുന്നു. ജയിലിൽ മരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവും പുടിന്റെ കടുത്ത വിമർശകനുമായ അലക്സി നവൽനിയുടെ മൃതദേഹം കാണാൻ അനുവദിച്ചെന്ന് വെളിപ്പെടുത്തി നവൽനിയുടെ മാതാവ് ല്യൂഡ്മില നവൽനയ. ബുധനാഴ്ച രാത്രിയോടെ ഒരു മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി മരണ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് നൽകിയതായും ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ല്യൂഡ്മില വെളിപ്പെടുത്തി. കൂടാതെ നവൽനിയുടെ മൃതദേഹം രഹസ്യമായി സംസ്കരിക്കാൻ റഷ്യൻ അധികൃതർ തനിക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതായും അവർ വെളിപ്പെടുത്തി. നവൽനിയുടെ മൃതദേഹം വിട്ടുകിട്ടാനായി ല്യൂഡ്മില കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ആർട്ടിക് സിറ്റിയിലെ സാലോഖാഡിലെ കോടതിയിലാണ് പരാതി നൽകിയത്. എന്നാൽ അന്വേഷണം നടക്കുന്നതിനാൽ 2 ആഴ്ചയ്ക്ക് ശേഷമേ മൃതദേഹം വിട്ടുകൊടുക്കാൻ കഴിയൂവെന്നാണ് അധികൃതരുടെ മറുപടി. മകന്റെ മൃതദേഹം വിട്ടുകിട്ടാനായി ല്യൂഡ്മില ദിവസങ്ങളായി ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അതിശൈത്യ മേഖലയായ യമോല നെനറ്റ്സ് പ്രവിശ്യയിലെ ജയിലിൽ 16-ാം തീയതിയായിരുന്നു അലക്സി നവൽനി മരിച്ചത്. നവൽനിയുടെ മരണവാർത്ത ആഗോളതലത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. പ്രഭാത നടത്തത്തിനു പിന്നാലെ നവൽനി കുഴഞ്ഞു വീണു മരിച്ചുവെന്നാണ് ജയിൽ അധികൃതരുടെ മറുപടി. മൃതദേഹം ഏറ്റുവാങ്ങാനെത്തിയ മാതാവിനെ ജയിലിലെ പ്രധാന കവാടത്തിൽ റഷ്യൻ പ്രിസൺസ് ഉദ്യോഗസ്ഥർ തടയുകയും തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കാണാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുമെന്നും അവസാനമായി ഞാൻ എന്റെ മകനെ കാണട്ടെ എന്നും പുടിനുള്ള സന്ദേശത്തിൽ ല്യൂഡ്മില പറഞ്ഞു. അലക്സി നവൽനിയുടെ മൃതദേഹം സംസ്കരിക്കേണ്ട രീതിയും സമയവും സ്ഥലവും തീയതിയും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ അധികാരികൾ തനിക്കുമേൽ ഭീഷണിപ്പെടുത്തി സ്ഥാപിക്കുകയാണെന്നും ല്യൂഡ്മില പറഞ്ഞു. രഹസ്യമായി സംസ്കാരം നടത്തിയില്ലെങ്കിൽ മകന്റെ മൃതദേഹത്തെ വികൃതമാക്കുമെന്നാണ് ഭീഷണി. കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സമയം നിങ്ങൾക്കൊപ്പമല്ല, മൃതദേഹം അഴുകി തുടങ്ങിയെന്നാണ്. സമൂഹ മാധ്യമത്തിലിട്ട പോസ്റ്റിലാണ് ല്യൂഡ്മില ഇതൊക്കെ വെളിപ്പെടുത്തിയത്.